കടലിലകപ്പെട്ട മത്സ്യബന്ധന തൊഴിലാളികളെ ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ ടീം രക്ഷിച്ചു. പയ്യോളിയിൽ നിന്നും ബേപ്പൂരിൽ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ വള്ളമാണ് കടലിൽ കുടുങ്ങിയത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, എപ്പോഴാണ് ഈ വെള്ളം കടലിൽ കുടുങ്ങിയത്? എന്തായാലും രക്ഷാദൌത്യം പൂർത്തിയായിട്ടുണ്ടോ? കവിത, പയ്യോളിയിൽ നിന്ന് ബേപ്പൂരിലേക്ക് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതാണ് ഈ ശിവപുത്രി എന്ന് പറയുന്ന വഞ്ചി. ആ വഞ്ചിയുടെ എഞ്ചിൻ തകരാറിലാകുകയായിരുന്നു. തുടർന്നാണ് നിയന്ത്രണം നഷ്ടമായത്. ശക്തമായ കാറ്റും മഴയും ഉള്ള ഒരു പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകടത്തിലേക്കായിരുന്നു ഇത് നീങ്ങിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സിഗ്നൽ ഫിഷറീസ് എൻഫോഴ്സ്മെന്റിന് ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോയത്. ഇവർ ഉണ്ടായിരുന്നത് പുതിയപ്പ ഹാർബറിൽ നിന്ന് 7 നോട്ടിക്കൽ മൈൽ അപ്പുറത്തായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലേക്കാണ് വലിയ അപകടത്തിൻ്റെ സാധ്യതയും ഉണ്ടായിരുന്നത്. അവിടേക്കാണ് പിന്നീട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ റെസ്ക്യൂ ടീം എത്തുകയും ഈ വഞ്ചി അടുപ്പിക്കുകയും ചെയ്തു. ആ വഞ്ചി അടുപ്പിച്ച് അതിനകത്ത് 5 പേരാണ് ഉണ്ടായിരുന്നത്. 5 പേരെയും സുരക്ഷിതമായി തന്നെ കരക്കെത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇവരുടെയൊക്കെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇവർക്കെല്ലാം പ്രാഥമിക ചികിത്സ നൽകേണ്ട ആവശ്യം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ സമയം, അതായത് 3 മണിക്കൂറോളം ഇതിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്നു. ഏകദേശം 4 മണിക്കൂറോളം ഇവർ കടലിൽ അകപ്പെടുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ 5 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അറിയിക്കുന്നത്. ആശ്വാസകരമായ ഒരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. പ്രവിത. ശരി. കടലിലകപ്പെട്ട മത്സ്യബന്ധന തൊഴിലാളികളെ ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ ടീം രക്ഷിച്ചു. വിവരങ്ങളാണ് സമീർ സി മുഹമ്മദ് നൽകിയത്.